വെൽക്കം ബാക്ക് ടു ഓൺ റോഡിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീണ്ടും നമ്മൾ ലാൻഡ് ക്രൂസറുമായിട്ടാണ് വന്നിട്ടുള്ളത്. LC200 ആണ്. ഓൾറെഡി ഈ ഒരു വെഹിക്കിൾ ഫേസ് ലിഫ്റ്റ് ചെയ്തിട്ടുള്ള വെഹിക്കിളാണ്. കസ്റ്റമർ സെക്കൻഡ് ഹാൻഡ് വാങ്ങിയിട്ടുള്ളതാണ്. സോ ഇതിലിപ്പോൾ ബോണറ്റ് ഫെൻഡേഴ്സ് ഒക്കെ LC200ൻ്റെ 2016 മുതൽ വന്നിട്ടുള്ള ആ ഒരു ഗ്രില്ലിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ലെക്സസിൻ്റെ ആ ഒരു ടൈപ്പ് ഗ്രില്ല്, അതുപോലെ തന്നെ പുതിയൊരു ടൈപ്പിലുള്ള ഒരു സ്കേർട്ടിങ്സ് കാര്യങ്ങളൊക്കെ ഈ ഒരു വെഹിക്കിളിനുണ്ട്. അപ്പോൾ നമ്മൾ ഇത് LC300 ചെയ്യാൻ പോവുകയാണ്. LC300ൻ്റെ പുതിയൊരു കിറ്റ് നമ്മൾ ഈ ഒരു വെഹിക്കിളിൽ ആഡ് ചെയ്യാൻ പോവുകയാണ്. മാത്രമല്ല ഈ ഒരു വെഹിക്കിളിലെ സൈഡ് ബോഡി പ്രൊഫൈലിങ്, അത് സൈഡിൽ ഫുഡ് സ്റ്റെപ്പ്, സ്പോയിലർ, അലോയ് വീൽസ് എൻ്റയർ ആയിട്ട് നമ്മൾ LC300 ഈവൻ സൈഡ് മിറേഴ്സ് ഉൾപ്പെടെ ഈ ഒരു വെഹിക്കിൾ നമ്മൾ ചേഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. നമ്മുടെ LC300 നമ്മൾ ചെയ്ത ഒരു 3 വീഡിയോ നമ്മുടെ യൂട്യൂബിലുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടിട്ടാണ് ഈ ഒരു കസ്റ്റമർ നമ്മുടെ കൊല്ലം ജില്ലയിൽ നിന്നാണ്, കരുനാഗപ്പള്ളി നിന്നാണ് ഈ ഒരു വെഹിക്കിൾ വന്നിട്ടുള്ളത്. ഈ ഒരു വെഹിക്കിൾ കംപ്ലീറ്റ് ആയിട്ട് ഫുൾ ബോഡി പെയിൻറ്റിങ് വരുന്നുണ്ട്. അതുപോലെ തന്നെ കിറ്റ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു ബോണറ്റ് ചേഞ്ച് ആവും, അതുപോലെ തന്നെ ഫെൻഡേഴ്സ് ചേഞ്ച് ആവുന്നുണ്ട്, ഹെഡ് ലാമ്പ്, ഗ്രില്ല് ഓഫ് കോഴ്സ്, അതുപോലെ തന്നെ ബമ്പേഴ്സ് കാര്യങ്ങളൊക്കെ ചേഞ്ച് ആവുന്നുണ്ട്, ഫ്രണ്ട് ആൻഡ് ബാക്ക് ബമ്പർ. റിയർ സൈഡിലേക്ക് വരുമ്പോൾ നമ്മുടെ ആ ഒരു ഡിക്കിൻ്റെ അപ്പർ പോർഷൻ ചേഞ്ച് ആവും. അതുപോലെ തന്നെ ടെയിൽ ലാംപ്സ്, അതുപോലെ തന്നെ നമ്മുടെ റിയർ ബമ്പർ, അതിൻ്റെ സ്കേർട്ടിങ്സ് കാര്യങ്ങളൊക്കെ മാറും. പിന്നെ ഈ ഒരു വെഹിക്കിൾ നമ്മുടെ LC300 ആ ഒരു സിമിലർ പാറ്റേണുള്ള ഒരു അലോയ് വീൽസ് കൂടി നമ്മൾ കൊടുക്കുന്നുണ്ട്. മാത്രമല്ല സൈഡ് മിറർ ഉൾപ്പെടെ ഈ ഒരു കിറ്റിൽ നമ്മൾ ചേഞ്ച് ആക്കുന്നുണ്ട്. പിന്നെ നമ്മൾ LC300 കൺവേർട്ട് ചെയ്യുമ്പോൾ നോർമലി നമ്മൾ ഈ ഒരു ക്യാരക്ടർ ലൈനും കാര്യങ്ങളൊക്കെ ഈ ഒരു വെഹിക്കിളിലും നമ്മൾ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെയുള്ള ഗ്രൂ ഒക്കെ നമ്മൾ ചേഞ്ച് ആക്കി കൊടുക്കുന്നുണ്ട്. മാത്രമല്ല ഫുഡ് സ്റ്റെപ്പും ചെയ്യുന്നുണ്ട്. അത്രയും ചേഞ്ചസ് ആണ് ഈ ഒരു വെഹിക്കിൾ നമുക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മളൊരു 1 മന്ത് പ്രൊജക്റ്റാണ് ഈ ഒരു LC300 കൺവേർഷൻ എന്നുള്ളത്. കളറ് ചിലപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് പേൾ വൈറ്റിലേക്ക് കൊണ്ടുവരും. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ബ്ലാക്കിൽ തന്നെ LC300 ബ്ലാക്കിൽ തന്നെ നമ്മൾ ചെയ്യും. അപ്പോൾ കസ്റ്റമറുമായിട്ടുള്ള ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വെഹിക്കിൾ ചെയ്യാനുള്ളത്. സോ ഇതിൻ്റെ പ്രോസസ്സിങ് വീഡിയോസ്, അതിൻ്റെ ഫൈനൽ ഔട്ട് എങ്ങനെയുണ്ടെന്ന് നമുക്ക് വീഡിയോയിലൂടെ കാണാം.
were doing alright, holding on, but I'm losing the fight. Could we run away? I know if we just hit ground, running, closing off all the world with the light coming in, bending before we break. Don't you know you and me, we can run away. You and me, we can run away. Run away, run away. You and me, we can run away. You and me, we can run away. You would never stay for someone that wasn't worth the wait. I'm counting down the days. I know when I'm moving onward, I just wanna trust in your word, but we're running out of time. We were doing alright, holding on, but I'm losing the fight. Could we run away? I know if we just hit ground, running, closing off all the world with the light coming in, bending before we break. Don't you know you and me, we can run away. You and me, we can run away. Run away, run away. The shadow rises, I walk through the valley, but I won't let nothing take my heart away. I recognize the powers as they rally, call the names, I break them one by one and face to face. And I hear the voice of an angel telling me not to lay down, and I feel the spirit guiding, telling me not to give up now. To every promise I've been praying for tonight, I hold on to every promise. Won't you run Say I'm good-hearted, but I'm just getting started. Got my eyes on the target. No, no. Till the battle's won, till kingdom come. I'll never run. Best to give me your loyalty, 'cause I'm taking the world, you'll see. They'll be calling me, they'll be calling me royalty. Best to give me your loyalty, 'cause I'm
Book all the cages. No, I will sit and take it. No, no. They left me for dead, I guess I'll never learn. Every time I break, there's just more pain to burn. They'll never, never, never learn. Till the battle's won, till kingdom come. I'll never run. Best to give me your loyalty, 'cause I'm taking the world, you'll see. They'll be calling me, they'll be calling me royalty. Best to give me your loyalty, 'cause I'm taking the world, you'll see. They'll be calling me, they'll be calling me royalty. സോ ഫൈനലി നമ്മുടെ LC300 GR സ്പോർട്ട് എഡിഷൻ കംപ്ലീറ്റ് ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു വെഹിക്കിൾ എൻറ്റയർ ആയിട്ട് നമ്മൾ എവറി പോയിന്റ് നമ്മൾ ചെക്ക് ചെയ്തിട്ടുണ്ട്. ഈ 17th ആനിവേഴ്സറി എഡിഷൻ സ്റ്റിക്കർ ആണെങ്കിലും ഈ ഒരു ഗ്രാഫിക്സ് ആണെങ്കിലും അലോയ് വീൽസ് ആണെങ്കിലും എൻറ്റയർ ആയിട്ട് ഈ ഒരു വെഹിക്കിൾ കംപ്ലീറ്റ് മാറിയിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് നോക്കാം. ആദ്യമായിട്ട് ഈ ഒരു കിറ്റ് എന്നുള്ളത് കസ്റ്റമർ ഡയറക്റ്റ് ആയിട്ട് ഇമ്പോർട്ട് ചെയ്തിട്ടുള്ളൊരു കിറ്റാണ്. അതിൻ്റെ കുറച്ച് കോംപ്ലിക്കേഷൻസ് ഈ ഒരു കിറ്റിൽ ഉണ്ടായിരുന്നു. എന്നാലും അതിൻ്റെ ഫൈനൽ ഔട്ട് വന്നപ്പോൾ നമുക്ക് അടിപൊളിയായിട്ട് LC300 എങ്ങനെയാണോ വന്നിട്ടുള്ളത് ആ ഒരു രീതിയിൽ തന്നെയാണ് ഈ ഒരു വെഹിക്കിൾ വന്നിട്ടുള്ളത്. അപ്പോൾ എന്തൊക്കെ ചേഞ്ചസ് ആണ് ഈ ഒരു വെഹിക്കിൾ വന്നത് നോക്കാം. ആദ്യമായിട്ട് ഈ ഒരു ഹുഡ്, അതുപോലെ തന്നെ ഫെൻഡേഴ്സ്, ഹെഡ് ലാമ്പ്, ബമ്പർ, ഗ്രില്ല് കാര്യങ്ങളൊക്കെ ചേഞ്ച് ആയിട്ടുണ്ട്. ഫോഗ് ലാമ്പൊക്കെ ചേഞ്ച് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വെഹിക്കിളിൻ്റെ സൈഡ് പ്രൊഫൈൽ ശ്രദ്ധിച്ചാൽ അറിയാം, മിറേഴ്സ് ചേഞ്ച് ആയിട്ടുണ്ട്. നോർമലി വരുന്ന കിറ്റിനേക്കാളും അതിൻ്റെ ഷേപ്പിലും ലുക്കിലൊക്കെ ഈ ഒരു വെഹിക്കിളിന് വ്യത്യാസങ്ങളുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സൈഡ് ബോഡി ലൈനിങ്ങും കാര്യങ്ങളൊക്കെ ഈ ഒരു വെഹിക്കിൾ നമ്മൾ കറക്റ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഫെൻഡേഴ്സിൽ വരുന്ന ക്യാരക്ടർ ലൈൻ ആണെങ്കിലും എല്ലാ വെഹിക്കിൾസിലും നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ ഈ ഒരു വെഹിക്കിളിൽ നമ്മൾ ഈ ഒരു സൈഡ് ബോഡി ഗ്രൂ കാര്യങ്ങളൊക്കെ ചേഞ്ച് ആക്കിയിട്ടുണ്ട്. ഈ ഒരു കിറ്റ് ചെയ്യുന്നതിൽ കുറച്ച് ചാലഞ്ചസ് ഉണ്ടായിരുന്നു. ഈ ഒരു കിറ്റ് നമ്മൾ ഈ ഒരു സൈഡ് സ്കേർട്ടിങ് കൊടുത്തപ്പോൾ, ഈ സ്റ്റെപ്പ് കാര്യങ്ങളൊക്കെ കൊടുത്തപ്പോൾ ഡോർ നമ്മൾ കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല നമ്മുടെ ഈ ഒരു ഡോറിൽ ശ്രദ്ധിച്ചാൽ ഈ ഒരു ക്രോം എലമെൻറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ LC300 വരുന്ന ഈ ഒരു ക്രോം പ്ലേറ്റിംഗ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. 17th ആനിവേഴ്സറി എഡിഷൻ്റെ കമ്പനി ഒറിജിനൽ സ്റ്റിക്കർ തന്നെയാണ് ഈ ഒരു വെഹിക്കിൾ യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു ഗ്രാഫിക്സ്, കസ്റ്റമറിന് ഈ ഒരു ഗ്രാഫിക്സ് GR സ്പോർട്ടിനൊക്കെ വരുന്ന ഈ ഒരു ഗ്രാഫിക്സ് നിർബന്ധമാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ഗ്രാഫിക്സ് ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സൈഡ് ക്ലാഡിങ്ങും കാര്യങ്ങളൊക്കെ ചേഞ്ച് ആക്കിയിട്ടുണ്ട്. നമ്മുടെ അലോയ് വീൽസ് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. 18 ഇഞ്ചിൽ സ്റ്റോക്കിൽ തന്നെ നമുക്ക് ഡിഫറെൻറ്റ് പാറ്റേൺ, ഏറ്റവും ലേറ്റസ്റ്റ് ആയി വരുന്ന ടൊയോട്ട ലാൻഡ് ക്രൂസറിൻ്റെ വരുന്ന ആ ഒരു അലോയ് വീൽസ് തന്നെയാണ് ഈ ഒരു വെഹിക്കിൾ ആഡ് ചെയ്തിട്ടുള്ളത്. റിയർ സൈഡിലേക്ക് വരുമ്പോൾ നമ്മളെ ടെയിൽ ലാമ്പ് വിത്ത് ഹൗസിങ് കട്ട് ചെയ്ത്, ടെയിൽ ലാമ്പിൻ്റെ ഹൗസിങ് കട്ട് ചെയ്തിട്ടാണ് ഈ ഒരു ടെയിൽ ലാമ്പ് ചേഞ്ച് ചെയ്തിട്ടുള്ളത്. അതുപോലെ നമ്മുടെ ഈ ഒരു ടെയിൽ ഗേറ്റ് മാറിയിട്ടുണ്ട്. ലാൻഡ് ക്രൂസറിൻ്റെ ബാഡ്ജിങ് ഇവിടെ കാണാം. ട്വിൻ ടെർബോ, കമ്പനി ഒറിജിനൽ ട്വിൻ ടെർബോൻ്റെ ലോഗോ അവിടെ വന്നിട്ടുണ്ട്. VXR ലോഗോ അവിടെ വന്നിട്ടുണ്ട്. അതേപോലെ റിയർ ബമ്പർ ചേഞ്ച് ആയിട്ടുണ്ട്. ഇവിടെ റിഫ്ലക്ടർ വിത്ത് LED ആണ് വരുന്നത്. ഒരു ക്രോം എലമെൻറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. അതുപോലെ റൂഫ് റെയിൽ ചേഞ്ച് ആയിട്ടുണ്ട്. ഈ ഒരു സ്പോയിലർ നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. എൻറ്റയർ ആയിട്ട് ഈ ഒരു വെഹിക്കിളിൽ എന്തൊക്കെയാണോ LC300 പെർഫെക്ഷന് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ഈ ഒരു വെഹിക്കിൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി ഇൻറ്റീരിയറിലേക്ക് നമുക്ക് വരാം. ഇൻറ്റീരിയറിലേക്ക് വരുമ്പോൾ നമ്മുടെ ഈ ഒരു സ്റ്റാരിങ്, GR സ്പോർട്ടിൻ്റെ ആ ഒരു ബാഡ്ജിങ്ങോട് കൂടിയുള്ള ലാൻഡ് ക്രൂസറിൻ്റെ സ്റ്റാരിങ്, ഏറ്റവും ലേറ്റസ്റ്റ് സ്റ്റാരിങ് വന്നിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം കംപ്ലീറ്റ് ആയിട്ട് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു കൺട്രോൾ പാനൽ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ മാറിയിട്ടുണ്ട്. അപ്പോൾ ഗിയർ നോബ്സ് മാറിയിട്ടുണ്ട്. ഈ ഒരു ഇത്രയും ലുക്ക് മാക്സിമം എങ്ങനെയാണോ LC300 ലുക്ക് കൊണ്ടുവരാൻ പറ്റുക ആ രീതിയിൽ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു വെഹിക്കിൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഒരു കളറിലേക്ക് നമ്മുടെ സീറ്റ് വർക്ക് കൂടി ഈ ഒരു വെഹിക്കിൾ ചെയ്യാനുണ്ട്. അപ്പോൾ അതുകൂടി പെൻഡിങ് ഉണ്ട്. അതിന് മുമ്പാണ് നമ്മൾ ഈ ഒരു വീഡിയോ എടുക്കുന്നത്.
അപ്പോൾ നമ്മുടെ ഈ LC300 ഫേസ് ലിഫ്റ്റ് വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നമ്മുടെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാൻ മറക്കരുത്. ഇതുപോലുള്ള സെയിം നമ്മുടെ മേക്ക് ഓവേഴ്സ് നിങ്ങളുടെ വാഹനത്തിനും വരുത്താൻ താല്പര്യമുണ്ടെങ്കിൽ ഓൺ റോഡിന് തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാം. മറ്റൊരു വെഹിക്കിളുമായിട്ട് പുതിയൊരു എപ്പിസോഡിൽ കാണുന്നത് വരെ ദിസ് ഇസ് ഷാഹിദ് റിസ സൈനിങ് ഓഫ്.